ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 482 വിസയിൽ ഒത്തിരി ആൾക്കാർ 482 വിസയുടെ നോമിനേഷൻ കിട്ടിയിട്ട് വിസ ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട്. അതിനകത്ത് കുറേ ആൾക്കാർ തന്നെ ചെയ്തിട്ട് അവർക്ക് ചില ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോയ്ക്കകത്തൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് വിസ ആദ്യം തന്നെ ശരിക്കും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ കേസ് ഓഫീസർ കേസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു S56 എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റ്, ഒരു റിക്വസ്റ്റ് ഫോം അയക്കും. 28 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ പിന്നെ അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആ ഫോർമാറ്റിൽ തിരിച്ചു കൊടുക്കണം. നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ 482 സ്കിൽ ഇൻ ഡിമാൻഡ് വിസ, പുതിയ വിസയുടെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 12 ദിവസമുള്ളൂ. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ വരും. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ മിമ്മി അഫയേഴ്സിൻ്റെ ഇതിന് വെബ്സൈറ്റിൽ കയറി ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ 482 വിസയുടെ, അതായത് പുതിയ വിസയുടെ 482 സ്കിൽ ഇൻ ഡിമാൻഡ് വിസയുടെ ഗ്രാൻറ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ടൊരു വിസ ആപ്ലിക്കേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ വിസ ഗ്രാൻഡ് ആകും. അതല്ല, ചില ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റിഫ്യൂസൽ വരത്തില്ലായിരിക്കും. പക്ഷേ അതനുസരിച്ച് അവർ ഡോക്യുമെൻറ്റ്സ് പിന്നെയും ചോദിക്കും. അത് പിന്നെയും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിന് പിന്നെയും സമയമെടുക്കും. അങ്ങനെയുള്ള ചില ഡിഫിക്കൽട്ടീസ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 482 വിസയിൽ വരുന്ന ചില പ്രോബ്ലംസ് സോഫാർ ഞാൻ കേട്ടിരിക്കുന്നത്? എന്നെ ഫോൺ വിളിച്ച ആൾക്കാർ വോയിസ് മെസ്സേജും വാട്സാപ്പിലും അല്ലാതെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ സർനെയിം, ഫസ്റ്റ് നെയിം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എങ്ങനെ എൻ്റർ ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് എറേഴ്സ് വരാൻ ചാൻസസ് ഉള്ള ഫീൽഡുകളെന്ന് പറയുന്നുള്ളൂ. സർനെയിം, ഫസ്റ്റ് നെയിം എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്, ഓസ്ട്രേലിയയുടെ ആ ഫോർമാറ്റിൽ, പിന്നെ നാഷണൽ ID കാർഡ്സ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, പിന്നെ ഹെൽത്ത് ഈ എക്സാമിനേഷൻ നേഴ്സസിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടിയത്, നോർമലായിട്ടുള്ളവർക്കുള്ളതല്ല നേഴ്സസിനുള്ളത്, പിന്നെ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടത്, അഡ്രസ് ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിനകത്ത് ചില ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത്, എംപ്ലോയറാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത്? അതിനകത്ത് നമ്മൾ അത് കറക്റ്റായിട്ട് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഫ്യൂസൽ, അല്ലെങ്കിൽ അത് അവർ ഉറപ്പായിട്ടും S56 ചോദിക്കും. എനിക്ക് റീസെൻ്റ്ലി കിട്ടിയിരിക്കുന്ന പല S56ഉം അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ പ്രോപ്പറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സ്, പിന്നെ സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റോ അല്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് 482 വിസയ്ക്ക് വേണ്ടിയത്. ഇത് നിങ്ങൾ 482 വിസ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അപ്രായുടെ രജിസ്ട്രേഷൻ ഉള്ളവരാണല്ലോ 482 ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അൻമാക്കിൻ്റെ ഇതിവിടെ ചെയ്തിട്ട് നമുക്ക് വേറെ സ്റ്റേറ്റ് തരുന്ന കുറേ PR ഓപ്ഷൻസ് നിങ്ങളുടെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ ഇതൊരു പാക്കേജ് പോലെ ഞങ്ങളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ 482 വിസ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങളുടെ 186 അല്ല 189 എലിജിബിലിറ്റി, 491, 190 പോലുള്ള വിസയ്ക്ക്, PR വിസയ്ക്കുള്ള എലിജിബിലിറ്റി ഞങ്ങൾക്കുണ്ടോ, അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്, അത് നിങ്ങളെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് 482 വിസ നിങ്ങൾ തന്നെ എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്കിപ്പോൾ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീസ് ഉള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. അപ്പം ഞങ്ങളത് വെരിഫൈ ചെയ്യും, മാത്രമേ ചെയ്യത്തുള്ളൂ. നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യും, ഞങ്ങൾ വെരിഫൈ ചെയ്യും. പിന്നെ ഉള്ളത്, അത് ഞങ്ങളധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പോർട്ടലിൽ കൂടെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങളുടെ കമ്പനിയിലുള്ള ട്രസ്റ്റ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മൈഗ്രേഷൻ ഏജൻറ്റിലുള്ള ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം വെരിഫൈ ചെയ്ത് ചെയ്യുന്നുള്ളൊരു ട്രസ്റ്റിൻ്റെ പുറത്താണ് അവർ ഞങ്ങൾക്കുള്ളൊരു ട്രസ്റ്റ്. അപ്പം ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ടുള്ളതെന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ഡോക്യുമെൻറ്റും നിങ്ങൾ ഈവൻ ചെയ്താൽ പോലും ഞങ്ങളുടെ മൈഗ്രേഷൻ പോർട്ടൽ വഴി ഞങ്ങളുമായിട്ട് എൻഗേജ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ ഞങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ 482 വിസയിൽ വന്നാലും ടെമ്പററി വിസയാണ്. നമുക്ക് ഫർദർ പോകണമെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ കാല് പിടിക്കണം. അതായത് എംപ്ലോയർ വിചാരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ എലിജിബിളാണ്. ബാക്കിയുള്ള 189 അല്ലെങ്കിൽ 491, 190 വിസയ്ക്കൊക്കെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിസയ്ക്ക് വെക്കാൻ പറ്റും. അത് മീൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു പാത്തും കൂടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇൻ കേസ് നമ്മളൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ എംപ്ലോയറുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നു, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻ ആയില്ല, പിന്നെ അവിടുന്ന് ജോലി മാറിയിട്ട് പിന്നെ അടുത്ത 60 ഡേയ്സ് അല്ലെങ്കിൽ 90 ഡേയ്സ് കൊണ്ട് വേറെ എംപ്ലോയറെ കണ്ടുപിടിച്ചു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പം ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലോട്ട് വന്നു കഴിയുമ്പോൾ ആ ഇൻ്റർവ്യൂവിന് കണ്ട ഒരു പെർഫോമൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, ഇവിടുത്തെ കൾച്ചറുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഇവർക്കൊരു ഇങ്ങനെ ഒരാളെ എടുത്തത് ഭയങ്കര വെറുതെ ആയി പോയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഇവിടെയുള്ള മാനേജേഴ്സിനും അവർക്കെല്ലാം തന്നെ ഉണ്ട്.
അപ്പോൾ അത് എങ്ങനെയും പിന്നെ ഇതൊന്ന് ഒഴിവാക്കാന്നുള്ള രീതിയിൽ ആയിരിക്കും പിന്നെ അവർ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഒരു എംപ്ലോയർ ഫയർ ചെയ്തിട്ട് പിന്നെ എങ്ങനെ പറ്റും എന്നുള്ള കുറേ ഫോൺ കോൾസ് അങ്ങനെ വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പം എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡായിട്ട് നിങ്ങൾക്ക് മറ്റേ PR-ൻ്റെ ഓപ്ഷൻസ് കൂടെ ഇട്ട് വെക്കാം. ഇൻ കേസ് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ 482 ചെയ്യുന്ന ഒരാൾക്ക് എന്തോ ഗവൺമെൻറ്റിൻ്റെ തരുന്ന 482 എന്ന് പറയുന്ന ഒരു എംപ്ലോയർ ത്രൂ കിട്ടുന്ന വിസയാണ്. ഗവൺമെൻറ് തരുന്ന പല വിസാസും അപ്ലൈ ചെയ്യുന്നതിനും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അഡലേഡിലെ ഓഫീസോ കേരളത്തിലെ കോട്ടയത്തെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.